ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. അസിസ്റ്റൻ്റ് ടൈം കീപ്പർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ഓപ്ഷൻ സി, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തതാര്? ഓപ്ഷൻ എ, ജെയിംസ് പീബിൾസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ്. അത് ഓർത്തു വയ്ക്കുക. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ്. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി, 2020 ജാനുവരി 1. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് 2020 ജാനുവരി 1. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം? ഓപ്ഷൻ സി, 8. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. നിലവിലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28 ആണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. നിലവിലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. അപ്പോൾ സംസ്ഥാനങ്ങളുടെ എണ്ണം 28, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. അപ്പോൾ രണ്ടും ഓർത്തിരിക്കാനും എളുപ്പമാണ്. 28ഉം 8ഉം. സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശം 8. ഓക്കെ. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ ഡി, സച്ചിൻ ടെണ്ടുൽക്കർ. ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? ഓപ്ഷൻ സി, അമരാവതി. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഓപ്ഷൻ ഡി, ഹ്യൂബെ. COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബെ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? ഓപ്ഷൻ ബി, സന്ന മരിൻ. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ സി, ആനന്ദ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. അത് ഓർത്ത് വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവന്. (2022) മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി, ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? ഓപ്ഷൻ ഡി, ജി കാർത്തികേയൻ. മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ജി കാർത്തികേയൻ. മിസോറാം ഗവർണർ ആയിട്ടുള്ള മലയാളികളാണ് വക്കം പുരുഷോത്തമൻ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിൽ എത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം? ഓപ്ഷൻ എ, 62.
2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ഇപ്പോഴത്തെയും നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. അതും കൂടെ ഓർത്ത് വെച്ചോണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറിയിട്ടില്ല. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. ഓക്കെ. നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ സി ബാങ്കോക്ക്. നിലവിലെ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര്? ഇത് 2020 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്നാൽ ഇപ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2019 നവംബർ 29. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം 2019 നവംബർ 29. 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ഓപ്ഷൻ എ ശ്രീലങ്ക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏത്? ഓപ്ഷൻ ബി യമുന. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് പെരിയാർ, കാവേരി, മഹാനദി. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? ഓപ്ഷൻ ഡി 1950 ജാനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജാനുവരി 26. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത്? ഓപ്ഷൻ സി ഡെൽറ്റ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഡെൽറ്റ. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരമേത്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ എ മേൽമുണ്ട് കലാപം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവയാണ് SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. അതും കൂടെ ഓർത്തു വയ്ക്കുക. വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യമേത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതായത് ഈ തന്നിരിക്കുന്നതെല്ലാം വിവരാവകാശ നിയമവുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ കാര്യങ്ങൾ ഒന്ന് നോക്കാം. 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് 30 ദിവസത്തിനുള്ളിൽ മറുപടി. ഒന്നുകൂടെ പറയാം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിവരാവകാശ നിയമത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാര്യങ്ങൾ. 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് 30 ദിവസത്തിനുള്ളിൽ മറുപടി. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ബി ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്? ഓപ്ഷൻ എ ഗെസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്
ഗെസ്റ്റപ്പോ. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്. ഓപ്ഷൻ ബി വിഷുവം. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് വിഷുവം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? ഓപ്ഷൻ സി മില്ലിബാർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം മില്ലിബാർ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏത്? ഓപ്ഷൻ എ ഫൊൻ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഫൊന്ന്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് മാംഗോ ഷവർ, കാൽബൈശാഖി, ലൂ. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? ഓപ്ഷൻ ബി ICDS. 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ICDS. GST നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി 2017 ജൂലൈ 1. GST നിലവിൽ വന്നതെന്ന്? 2017 ജൂലൈ 1. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത്? ഓപ്ഷൻ സി മോഹൻജോദാരോ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം മോഹൻജോദാരോ. ഭൂമിയുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഏത്? ഓപ്ഷൻ ഡി ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഭൂവൽക്കം. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവുമല്ലാത്ത വസ്തു? ഓപ്ഷൻ സി മൈക്ക. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകം അല്ലാത്ത വസ്തു മൈക്ക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം? ഓപ്ഷൻ ഡി 5.6. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5.6. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു? ഓപ്ഷൻ ഡി കാൽസ്യം ബൈകാർബണേറ്റ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു കാൽസ്യം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം? ഓപ്ഷൻ ഡി സിൽവർ. ഏറ്റവും നല്ല താപചാലകം സിൽവർ. AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം? ഓപ്ഷൻ സി റെക്ടിഫയർ. AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം റെക്ടിഫയർ. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം? ഓപ്ഷൻ എ ഇരുമ്പ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം? ഓപ്ഷൻ ബി V2O5, അതായത് വനേഡിയം പെൻഡോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം V2O5. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്? ഓപ്ഷൻ ഡി വെബർ. മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് ബാർ, ടോർ, പാസ്കൽ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? ഓപ്ഷൻ സി ലോക ക്ഷയരോഗ ദിനം. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത ലോക ക്ഷയരോഗ ദിനം. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ എ 1978. ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ ബി സർപ്പഗന്ധി. രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? സർപ്പഗന്ധി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പൂനെ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം? ഓപ്ഷൻ ബി 2. മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം? ഓപ്ഷൻ ഡി അനാഫേസ്. താഴെ കൊടുത്തവയിൽ പടവലത്തിൻ്റെ സങ്കര ഇനം? ഓപ്ഷൻ എ കൗമുദി. പടവലത്തിൻ്റെ സങ്കര ഇനം കൗമുദി. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം? ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഇൻഫ്ലുവൻസ. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റുന്ന രോഗങ്ങളാണ് വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ. അത് ഓർത്തു വയ്ക്കുക.
DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റുന്ന രോഗങ്ങൾ: വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ. കീമോതെറാപ്പിയുടെ പിതാവ്: ഓപ്ഷൻ ബി പോൾ എർലിക്ക്. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ജീവകം ഇയുടെ രാസനാമം: ഓപ്ഷൻ സി ടോക്കോഫെറോൾ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്